അപ്പൊ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കുകൾ തീരാറായതും അതേപോലെ തന്നെ നിലവിൽ സെയിലിനുള്ള വണ്ടികളുടെയും ഡീറ്റെയിൽഡ് വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ്. 2015 മോഡൽ 17 സീറ്റ്. ഈ ഒരു വണ്ടിയുടെ മെക്കാനിക് ആണെങ്കിലും അതേപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലും ഫുൾ പക്ക നീറ്റായിട്ടാണ് നിലവിൽ ചെയ്തു വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി പുറത്തൊരു പാർട്ടീനെ കാണിക്കാനായിട്ട് പരമാവധി ശ്രമിക്കാറുള്ളത്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ 2014 മോഡൽ 12 സീറ്റാണ്. ഈ ഒരു കണ്ടീഷനിൽ എല്ലാവർക്കും വണ്ടി കണ്ടാൽ ഇഷ്ടപ്പെട്ടോണമെന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്കേട്ടിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഉള്ള പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു സ്റ്റേജിലാണ് നമ്മുടെ ഈ ഒരു വണ്ടി നിൽക്കണത്. ഏത് രീതിയിലാവും ഈ വണ്ടി വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതർ സ്റ്റേറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞത്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിക്ക് മെയിൻ ആയിട്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞത് 2010 മോഡൽ 12 സീറ്റ് നമുക്ക് വർക്കിനായിട്ട് വന്നിരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് സംബന്ധമായിട്ടുള്ള രീതിയിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കോട്ടയത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇത് നിലവിൽ ടെസ്റ്റ് വർക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഒരുപാട് പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. റീസ്റ്റോർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വാഹനം നമുക്ക് വർക്കിന് കാര്യങ്ങളൊക്കെ തന്നായിരുന്നത്. 90% ഒരു 80% ഒക്കെ കംപ്ലീറ്റ് നിലവിലായിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു സൈഡിലുള്ള വണ്ടികളുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വാഹനം എന്ന് പറഞ്ഞത് 14 സീറ്റ് ജിങ്കി AC പറഞ്ഞൊരു വാഹനമാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ വർക്ക് കാര്യങ്ങളൊക്കെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്കായി നമ്പർ കാര്യങ്ങളൊക്കെ നിലവിലായിട്ടുണ്ട്. ഗ്ലാസ്സിൽ പിക്സൽ ടൈപ്പ് ടോപ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഈ ഒരു വണ്ടിയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് A to Z എന്നുള്ള കണ്ടീഷനിൽ ഇന്റീരിയർ ആണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുൾ വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തൊരു വർക്കിന് കയറ്റാന്ന് പറയുമ്പോൾ ഒരുപാട് പൈസ അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും. അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ചെയ്യണം, പിന്നെ പെയിന്റിങ് ഉണ്ടാവും, അതേമാതിരി പാച്ച് വർക്ക്, പിന്നെ മെക്കാനിക് സൈഡ്, പിന്നെ പേപ്പർ ഭാഗം, ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഈ ഒരു വണ്ടി ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരുപാടധികം പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള വണ്ടികൾക്ക് കിടന്നത്. അതായത് ഞാൻ എന്നുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ ഓമിനി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തേ പിന്നെ ഒരുപാട് ഫാൻസ് ഓമിനിക്ക് ഉണ്ടെന്നുള്ളത് അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഓമിനി അതേപോലെ രീതിയിൽ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യണ വണ്ടികൾ വളരെയധികം കുറവാണ്.